ഓക്കെ. പണ്ടത്തെ ആളുകൾ പാമ്പിനെ കൊല്ലാറില്ലായിരുന്നു. ഹിന്ദുസൊക്കെ കാവുകൾ സംരക്ഷിച്ചിരുന്നു പാമ്പിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം പാമ്പിന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാമ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പാമ്പിനെ കൊല്ലാറില്ലായിരുന്നു. പാമ്പിന് വേണ്ടി കാവുകൾ സംരക്ഷിച്ചിരുന്നു. ഓക്കെ. അപ്പൊ അവര്, നമ്മൾ ചെറുപ്പക്കാർ പാമ്പിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി കുറേ അധികം ഇതേപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ്, എക്സാജറേഷൻ എന്ന് പറയും, അതായത് ഊതി വീർപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം പേടി. രണ്ടാമത്തെ കാര്യം സിനിമകളും സീരിയൽസും. സീരിയൽസൊക്കെ പാമ്പിനെ പറ്റി ഭയങ്കര ഭീകരമായിട്ടുള്ള ചിത്രീകരിച്ചിട്ടുള്ളത്. സത്യത്തിൽ പാമ്പുകൾ ഭീകര ജീവികളല്ല. ഞാൻ പറഞ്ഞല്ലോ, 4 വർഗം പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ പാമ്പ് കടിച്ചാലും നമുക്ക് മരിക്കൂല. ഓക്കെ. സിനിമകൾ, സീരിയൽസ്, ഇതാണ് വേറൊരു കാര്യം. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ 104 വർഗം പാമ്പുകളിൽ വെറും 4 വർഗം പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. അപ്പൊ പാമ്പ് വരാതിരിക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പെണ്ണുങ്ങളോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്, വീടും പരിസരവും നല്ല വൃത്തിയായി സംരക്ഷിക്കുക. ഓക്കെ. പിന്നെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒരിക്കലും നിങ്ങൾ പുറത്തേക്ക് ഇടാൻ പാടില്ല. ഭക്ഷണത്തിന്റെ വേസ്റ്റ് എപ്പോഴും നിങ്ങൾ ഒരു പൈപ്പ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ബക്കറ്റിൽ ഇട്ടിട്ട്, അത് പൈപ്പാണ് ഏറ്റവും നല്ലത്. ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചോ പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇടുക, കുറച്ച് മണ്ണും ഇടുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വളം ആവും. നിങ്ങളെ ചെടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വളമാണ്. അപ്പോൾ ഒരിക്കലും ഫുഡ് വേസ്റ്റ് പുറത്തേക്ക് ഇടരുത്. ഫുഡ് വേസ്റ്റ് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എലികൾ വരും. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കും, കുട്ടികൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, പാമ്പിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് എലികള്. പെരുച്ചാഴികളൊക്കെ വംശവർധന തടയലാണ് പാമ്പിന്റെ റോള്. അതുകൊണ്ട് തന്നെ പാമ്പ് നമ്മളെ വീട്ടിൽ വരും. അതുപോലെ തന്നെ കുറ്റിക്കാടുകൾ ഒഴിവാക്കി കഴിഞ്ഞാലും വീട് പരിസരത്തൊക്കെ ഉള്ള കുറ്റിക്കാടുകൾ ഒഴിവാക്കുക. കാരണം ഇതിൻ്റെ അകത്താണ് പാമ്പുകൾ വസിക്കുക. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യം, വേസ്റ്റ് കൂട്ടിയിടരുത്. ഇപ്പൊ വിറക്, ചകിരി, ചിരട്ട, വിറകൊക്കെ നമ്മളെ വീടിനോട് നമ്മൾ ചേർത്ത് ഇടാറുണ്ട്. അത് ചെയ്യാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാലും എലികൾ ഈ ചകിരിക്കുള്ളിലും വിറകിനുള്ളിലൊക്കെ കൂട് കൂട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം കൂട് കൂട്ടും. അതുപോലെ തന്നെ കുട്ടികളുണ്ടാവും. ഈ കുട്ടികളെ പിടിക്കാനും എലികളെ പിടിക്കാനും പാമ്പ് വരും. ഈ 3 കാര്യങ്ങൾ വീടും പരിസരവും നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുക. മാളങ്ങൾ ഉണ്ടെങ്കിൽ സിമെന്റ് ഇട്ടിട്ട് മാളങ്ങൾ, തറയിലൊക്കെ മാളങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്ല വൃത്തിയിൽ